കടലിന് നടുവിൽ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിൽ യാത്ര പുറപ്പെടുന്ന ഒരു ആഡംബര കപ്പൽ. ആ കപ്പലിലെ 10-ാം നമ്പർ മുറിയിൽ നിന്ന് രാത്രി അവൾ ഒരു നിലവിളി കേൾക്കുന്നു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരാളെ ആരോ കടലിലേക്ക് തള്ളിയിടുന്നതാണ്. പക്ഷെ കപ്പലിലെ അധികൃതർ പറയുന്നത് ആ മുറിയിൽ ആരും താമസിക്കുന്നില്ലെന്നും അവിടെ അങ്ങനൊരു കൊലപാതകം തന്നെ നടന്നിട്ടില്ലെന്നുമാണ്. അവൾ കണ്ടത് വെറും ഇമാജിനേഷൻ ആണോ? ആ കപ്പലിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കൊലയാളിയെ കണ്ടെത്താൻ അവൾക്ക് കഴിയുമോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ സ്റ്റോറി ടെല്ലർ. റൂത്ത് വെയറിൻ്റെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി 2025 പുറത്തിറങ്ങിയ ദ വുമൺ ഇൻ ക്യാബിൻ 10 എന്ന സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഹീറോയിൻ ലോറ ബ്ലാക്ക്ലോക്ക്. വളരെ ഫേമസ് ആയ ഒരു അവാർഡ് വിന്നിംഗ് ജേർണലിസ്റ്റാണ് അവൾ. അവളുടെ എഴുത്തുകൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. റീസെൻ്റ്ലി ഒരു ലേഡിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ ലോറ അവരുടെ മരണമാണ് വിറ്റ്നസ് ചെയ്യുന്നത്. ആ സ്ത്രീ ലോറയോട് സംസാരിക്കാതിരിക്കാൻ ആരൊക്കെയോ ചേർന്ന് കാറോടുകൂടി അവർ വെള്ളത്തിൽ മുക്കി കൊല്ലായിരുന്നു. ആ ഒരു ട്രോമയിലാണ് ലോറ ഇപ്പോൾ. ഇതേ സമയമാണ് ലോറയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നത്. നൊവേജിയൻ ഷിപ്പിംഗ് ഹെയർസ് ആയിട്ടുള്ള ആൻ ലിങ്സ്റ്റാഡ് ലുക്യൂമിയ സ്റ്റേജ് 4 കണ്ടീഷനിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ ഹസ്ബൻഡ് റിച്ചാർഡ് ആനിന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന്റെ ഭാഗമായി അവരുടെ ബോർഡ് മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് അറോറ എന്ന അവരുടെ ലക്ഷറി യാട്ടിൽ നോർവേയിലെ ഫണ്ട് റൈസിംഗ് ഗാലയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ യാത്രയെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കാൻ ലോറയെയും അവർ ആ ട്രിപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ആ ട്രോമയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ ലോറയ്ക്ക് കിട്ടിയ നല്ലൊരു അവസരമാണിത്. അങ്ങനെ ആ യാത്ര തുടങ്ങുകയാണ്. വളരെ റിച്ച് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെയാണ് അവളുടെ യാത്ര. അതുകൊണ്ട് തന്നെ ലോറ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഇത് യാറ്റിന്റെ ചീഫ് സ്റ്റുവർട്ട് ആയിട്ടുള്ള ക്ലാര. ഇതാണ് ഡോക്ടർ മെഹ്ത്ത. ആനിന്റെ ട്രീറ്റ്മെന്റ് നോക്കുന്നത് ഡോക്ടർ മെഹ്ത്തയാണ്. മാത്രല്ല റിച്ചാർഡിന്റെ പഴയൊരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. ഗസ്റ്റുകളിൽ നിന്നെല്ലാം മാറി മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആനിനെ ലോറ കാണുന്നു. ആൻ ലോറയെ നോക്കിയാണ് നിൽക്കുന്നത്. ലോറയുടെ എക്സായ ബെന്നും ആ യാത്രയിൽ ഉണ്ടായിരുന്നു. ബെന്നും ലോറയും സെയിം ഫീൽഡിൽ തന്നെയാണ്. അവൻ ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആനിന്റെയും റിച്ചാർഡിന്റെയും ഹെഡ് ഓഫ് സെക്യൂരിറ്റി ആയിട്ടുള്ള സിഗ്രീഡ് എല്ലാവർക്കും അവരവരുടെ റൂം കാണിച്ചു കൊടുക്കുന്നു. ക്യാബിൻ 8 ആണ് ലോറയ്ക്ക് കിട്ടിയിട്ടുള്ളത്. തൊട്ടടുത്ത ക്യാബിൻ 10 നിന്ന് ഒരു സ്ത്രീ ചുമക്കുന്ന ശബ്ദം കേൾക്കാം. പോരാത്തതിന് അവൾ വലിച്ച സിഗരറ്റ് കുറ്റികൾ കാറ്റിന് ലോറയുടെ ക്യാബിനിലേക്ക് ഉരുണ്ടുവരികയാണ്. അവൾ അതെല്ലാം പെറുക്കി വേസ്റ്റ് ബിന്നിൽ ഇടുന്നു. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ഒത്തുചേരാണ്. അവിടെ വെച്ച് റിച്ചാർഡ് എല്ലാവരോടും സംസാരിക്കുന്നു. ആനിന്റെ പേരിൽ തുടങ്ങുന്ന ചാരിറ്റി ഫൗണ്ടേഷനിലേക്ക് ക്യാഷ് ഡൊണേറ്റ് ചെയ്ത ബോർഡ് മെമ്പേഴ്സിനോടെല്ലാം റിച്ചാർഡ് നന്ദി പറയുന്നു. സൊസൈറ്റിയിലെ പാവപ്പെട്ട ക്യാൻസർ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ഈ ഫൗണ്ടേഷൻ. ആൻ യാത്രാക്ഷീണം കാരണം റെസ്റ്റ് എടുക്കുകയാണ്. അവൾ നാളെ നിങ്ങളെ മീറ്റ് ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് മറ്റൊരു സർപ്രൈസ് ഉണ്ട്. റിച്ചാർഡ് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും പോപ്പുലർ സിംഗർ ഡാനി ടൈലർ അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ എത്താണ്. ഡാനിയുടെ സർപ്രൈസ് എൻട്രി കണ്ട് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആവാണ്. നെയ്റ്റ് ലോറ ഡിന്നർ പാർട്ടിയിലേക്ക് പോവായിരിക്കും. അപ്പോഴാണ് ബെൻ മറ്റൊരു സെലിബ്രിറ്റി ഗസ്റ്റ് ആയ മാർത്തയുടെ കൂടെ സംസാരിച്ചു വരുന്നത് ലോറ കാണുന്നത്. അവരെ അപ്പോൾ അങ്ങനെ ഒന്നിച്ച് ഫേസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ലോറ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ക്യാബിനില്, അതായത് ക്യാബിൻ 10 കയറാണ്. ആ ക്യാബിനിൽ ഉണ്ടായിരുന്ന ലേഡി കുളി കഴിഞ്ഞ് വരെയായിരുന്നു. പെട്ടെന്ന് ലോറയെ കാണുന്ന അവളൊന്ന് ഷോക്കാവുന്നുണ്ട്. അനുവാദമില്ലാതെ ഇങ്ങനെ കയറിയതിൽ അവളോട് സോറി പറഞ്ഞ് ലോറ ആകെ കൂടി എംബാരസ്ഡ് ആയി ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാണ്. ശേഷം മറ്റുള്ളവരുടെ കൂടെ ഡിന്നർ പാർട്ടിയിൽ ജോയിൻ ചെയ്യാണ്. ഡിന്നർ കഴിഞ്ഞ് ആൻ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സിഗ്രീഡ് രഹസ്യമായി ലോറയെ വന്ന് അറിയിക്കുകയാണ്. സോ ഡിന്നർ കഴിഞ്ഞ ശേഷം ലൈബ്രറിയിൽ വെച്ച് ആനും ലോറയും തനിച്ച് മീറ്റ് ചെയ്യാണ്. ലോറയുടെ ആർട്ടിക്കിൾസിനെ ആൻ അഭിനന്ദിക്കുകയാണ്. ഞാനാണ് നിന്നെ ഇൻവൈറ്റ് ചെയ്തത്. നിന്റെ വർക്ക്സ് എല്ലാം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ശബ്ദമില്ലാത്തവർക്കെല്ലാം ശബ്ദമാവുക. നീ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ആൻ വല്ലാതെ ചുമക്കാൻ തുടങ്ങാണ്. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, മരുന്ന് കഴിക്കുന്നതും ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതെല്ലാം ഞാനിപ്പോൾ നിർത്തി. എന്തായാലും എന്റെ സമയം അവസാനിക്കാറായിരിക്കുന്നു. ആൻ കാലിൽ വെച്ച് താൻ പറയാൻ പോകുന്ന സ്പീച്ച് ലോറയ്ക്ക് കൊടുക്കുകയാണ്. ഇത് വായിച്ച് എനിക്ക് നിന്റെ ഒപ്പീനിയൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ആൻ പറയുന്നു. അത് വായിച്ച് ലോറ ഷോക്കാവാണ്. ആൻ അവരുടെ സ്വത്തുക്കൾ മുഴുവനും, അതായത് ലിങ്സ്റ്റൺ ഫൗണ്ടേഷൻ തന്നെ ക്യാൻസർ പേഷ്യൻസിന്റെ ചാരിറ്റിയിലേക്ക് കൊടുക്കാൻ പോവാണ്. അവരുടെ ഇത്രയും വലിയൊരു തീരുമാനത്തെ ലോറ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നാളെ അവർ രണ്ടാളും തമ്മിലുള്ള ഈ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആൻ പറയുന്നു. തിരികെ റൂമിൽ കയറുമ്പോൾ ബെൻ ലോറയോട് സംസാരിക്കാൻ വരികയാണ്. അവന്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് തിരുത്തി അവരുടെ റിലേഷൻ വീണ്ടും തുടങ്ങണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്.
അറിഞ്ഞുകണ്ട് ഒരു മിസ്റ്റേക്ക് രണ്ടാമത് ചെയ്യാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ് ലോറ അവനെ റിജക്ട് ചെയ്യാണ്. ലോറ ഒരു ലേഡിയുടെ മർഡർ വിറ്റ്നസ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നില്ലേ? ആ ഒരു സീനുകളെല്ലാം സ്വപ്നം കണ്ട് ലോറ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. അപ്പോ ക്യാബിൻ 10 നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് വെള്ളത്തിലേക്ക് എന്തോ വീഴുന്ന ശബ്ദവും കൂടി അവൾ കേൾക്കുകയാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോ അതൊരു സ്ത്രീയുടെ ശരീരമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ്സിൽ രക്തം പുരണ്ട ഒരു കൈപ്പാടും അവൾ കാണുന്നു. ഉടനെ തന്നെ ഈ കാര്യം ലോറ ക്രൂവിനെ അറിയിക്കാണ്. എല്ലാരും ഉടനെ തന്നെ അലേർട്ട് ആവാണ്. വെള്ളത്തിൽ വീണ ആൾക്ക് വേണ്ടി തിരച്ചിലും തുടങ്ങുന്നുണ്ട്. കാർല ഗസ്റ്റുകളെല്ലാം ചെക്ക് ചെയ്യുന്നു. ആനോട് റെസ്റ്റ് എടുത്തോളം പറഞ്ഞ് റിച്ചാർഡും അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ലോറ അവൾ കണ്ട കാര്യങ്ങളെല്ലാം അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. മിക്കവാറും ക്യാബിൻ 10 ഉണ്ടായിരുന്ന ആ ബ്ലോണ്ട് ഹെയറുള്ള ലേഡി ആയിരിക്കും വെള്ളത്തിൽ വീണിട്ടുണ്ടാവുക എന്ന് അവൾ പറയുന്നു. അത് കേട്ട് അവരെല്ലാം പരസ്പരം നോക്കുകയാണ്. നിങ്ങൾ പറയുന്ന പോലെ ക്യാബിൻ 10 അങ്ങനെ ഒരു സ്ത്രീ ഇല്ല. ആ റൂം ബുക്ക് ചെയ്തിരുന്ന ഗസ്റ്റ് യാത്ര തുടങ്ങുന്നതിന്റെ 2 ദിവസം മുന്നെയാണ് അത് ക്യാൻസൽ ചെയ്തത്. തുടക്കം മുതലേ ആ റൂം എംപ്റ്റി ആയിരുന്നു കിടന്നിരുന്നത്. അത് കേട്ട് ലോറ ഷോക്ക് ആവാണ്. കാരണം അവൾ ആ ലേഡിയെ നേരിട്ട് കണ്ടിരുന്നല്ലോ. അപ്പോ ഗ്ലാസ്സിൽ രക്തം കണ്ട കാര്യം ലോറ പറയുന്നു. എന്നാ അവിടെ ചെന്ന് നോക്കിയപ്പോ അങ്ങനെ ഒരു രക്തവും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ലേഡി വലിച്ചിരുന്ന സിഗരറ്റ് കുറ്റികൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ലോറ വേസ്റ്റ് ബിൻ എടുക്കാൻ ഓടാണ്. എന്നാ അതും എംപ്റ്റി ആയിരുന്നു. സർവീസിന്റെ ഭാഗമായിട്ട് ദിവസത്തിൽ 2 തവണ ക്യാബിൻ ക്ലീൻ ചെയ്യുമെന്ന് കാർല പറയുന്നു. അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നെന്ന് പ്രൂവ് ചെയ്യാന് ഒരു തരത്തിലും അവൾക്കിപ്പോ കഴിയുന്നില്ല. ലോറ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോ തന്നെ അവര് കോസ്റ്റ് ഗാർഡിനെ കോണ്ടാക്ട് ചെയ്ത് തെരച്ചിൽ നടത്തിയിരുന്നല്ലോ. വെള്ളത്തിൽ അങ്ങനെ ഒരു ബോഡി കണ്ടു കിട്ടിയിട്ടില്ല എന്ന് കോസ്റ്റ് ഗാർഡ്സിൽ നിന്ന് അവർക്ക് അറിയപ്പെട്ടാണ്. എത്രയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും ആരും ലോറയെ വിശ്വസിക്കുന്നില്ല. നിസ്സഹായയായി അവള് നിൽക്കാണ്. തിരച്ചിൽ അവസാനിപ്പിച്ച് എല്ലാവരും തിരികെ പോകുന്നു. നടുക്കടലിലായോണ്ട് തന്നെ ലോറയ്ക്ക് മൊബൈലില് സിഗ്നൽസും കിട്ടുന്നില്ല. ലോറ ഇതെല്ലാം ഇമാജിൻ ചെയ്യാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാ ലോറയ്ക്ക് തോറ്റെടുക്കാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് ഡേ അവള് റിച്ചാർഡിനെ മീറ്റ് ചെയ്ത് ക്രൂവിനെ മുഴുവനായിട്ടൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കാണ്. റിച്ചാർഡിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അത് കാണിക്കാൻ പറ്റില്ലല്ലോ, ലോറയും ഒരു ഗസ്റ്റ് അല്ലേ. സോ ലോറ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ക്രൂവിനെ മുഴുവൻ റിച്ചാർഡ് വിളിച്ചു കൂട്ടുകയാണ്. അതിലാരും തന്നെ മിസ്സിംഗ് ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രിയും ലോറ ആനിയെ മീറ്റ് ചെയ്യാൻ ലൈബ്രറിയിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇന്നലത്തെ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്താലോ? ലോറ ചോദിക്കുന്നു. ഇന്ന് എനിക്ക് ഒട്ടും വയ്യ. മരുന്നുകളുടെ എല്ലാം ഡോസ് കാരണം ഞാൻ വളരെ ടയേർഡാണ്. ഇപ്പൊ എനിക്ക് റെസ്റ്റ് എടുക്കണം, സോറി എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോവാണ്. ക്യാബിൻ 10 വെച്ച് ലോറ ആ ലേഡിയെ കണ്ട കാര്യം ബെന്നിനോട് എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കാവും. മറ്റുള്ളവരെ പോലെ തന്നെ ബെന്നും അവളെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അതെല്ലാം അവൾ ഇമാജിൻ ചെയ്തതാണെന്നാണ് അവനും പറയുന്നത്. അപ്പോഴാണ് ലോറയ്ക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത്. യാച്ചിൽ കയറിയത് മുതൽ ബെൻ എല്ലാവരുടെയും ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നുണ്ടായിരുന്നു. ലോറ അതെല്ലാം ചെക്ക് ചെയ്യാണ്. എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്. പക്ഷെ ക്യാബിൻ 10 കണ്ട ആ ലേഡിയുടെ ഫോട്ടോ മാത്രം ഉണ്ടായിരുന്നില്ല. ഫോട്ടോസ് അങ്ങനെ ചെക്ക് ചെയ്ത് പോകുമ്പോ മാസങ്ങൾക്ക് മുമ്പേ നടന്ന മറ്റൊരു പാർട്ടിയുടെ ഫോട്ടോഗ്രാഫ്സിൽ നിന്ന് ആ ലേഡിയെ ലോറ കാണാണ്. ഈ യാത്രയിലുള്ള പല ഗസ്റ്റും അതേ പാർട്ടിയിലുണ്ട്. സോ ആ ലേഡി ലോറയുടെ വെറും ഒരു ഇമാജിനേഷൻ ആയിരുന്നില്ല. ആ ഫോട്ടോയും കൊണ്ട് ലോറ നേരെ റിച്ചാർഡിന്റെ അടുത്ത് ചെല്ലുകയാണ്. അവിടെ മറ്റു മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ ക്യാബിൻ 10 കണ്ട ലേഡി. നിങ്ങൾക്ക് ഇവളെ അറിയോ? മാസങ്ങൾക്ക് മുമ്പേ നടന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ആർക്കും തന്നെ അവളെ കണ്ടതുപോലും ഓർമ്മയില്ല. അപ്പോഴാണ് ഡോക്ടർ മെഹത്ത ഒരു കാര്യം പറയുന്നത്. ലോറ, റീസെന്റ് നീ ഒരു മർഡർ വിറ്റ്നസ് ചെയ്തിരുന്നില്ലേ? അതിന്റെ ഒരു ട്രോമ കാരണമായിരിക്കാം നിനക്കിപ്പോ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ബെന്നിന് മാത്രം അറിയാവുന്ന ഇൻസിഡന്റ് ആയിരുന്നു അത്. അവനിപ്പോ മറ്റു മെമ്പേഴ്സിനോടൊക്കെ ഷെയർ ചെയ്തിരിക്കുകയാണ്. അവരെല്ലാം അവൾക്കിപ്പോ ഒരു മെന്റൽ ഇഷ്യൂ ഉള്ളതായിട്ടാണ് വിചാരിക്കുന്നത്. ബെൻ ചെയ്തതോർത്ത് അവൾക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരികയാണ്. ലോറ അങ്ങനെ അപ്സെറ്റായി മാറി നിൽക്കുമ്പോ റിച്ചാർഡ് അവളോട് വന്ന് സംസാരിക്കുകയാണ്. ആ ഫോട്ടോഗ്രാഫ്സിലുള്ള ലേഡിയെ കണ്ടുപിടിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. പക്ഷെ ഒരിക്കലും ഈ ഒരു കാരണം കൊണ്ട് എന്റെ ഭാര്യയുടെയോ മറ്റു ഗസ്റ്റുകളുടെയോ യാത്രയെ അത് ബാധിക്കരുത്. നീ റിലാക്സ് ആയിട്ട് ഈ യാത്ര എൻജോയ് ചെയ്യും. ശേഷം റിച്ചാർഡ് ലോറയ്ക്ക് വേണ്ടി അവിടുത്തെ സ്പാ ബുക്ക് ചെയ്യാണ്. സ്പായിലെ ട്രീറ്റ്മെന്റിനെല്ലാം ശേഷം അവൾ അവിടെ കുളിക്കായിരിക്കും. അപ്പോ ആരോ അവിടുത്തെ ഗ്ലാസ്സിൽ സ്റ്റോപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് അവൾ കാണാണ്. ലോറയ്ക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്നത് പോലെ. ലോറ പുറത്തു വന്ന് നോക്കുമ്പോ അവിടെ സസ്പീഷ്യസ് ആയി ആരും കാണുന്നില്ല. അവിടെ ഒരു CCTV ഉണ്ടെന്ന് കാണുന്ന ലോറ നേരെ ക്രൂവിനെ മീറ്റ് ചെയ്യാണ്. ലാസ്റ്റ് 20 മിനിറ്റ് സ്പായിൽ നടന്ന കാര്യങ്ങളുടെ എല്ലാം ഫൂട്ടേജ് കാണണമെന്ന് അവൾ ആവശ്യപ്പെടുകയാണ്. ഈ യാത്രയിലുള്ളതെല്ലാം ഹൈ പ്രൊഫൈൽഡ് ഗസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രൈവസിക്ക് വേണ്ടി യാത്ര തുടങ്ങിയത് മുതൽ CCTVകളെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അവർ ലോറയെ അറിയിക്കുന്നു. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. അടുത്ത സീനില് ക്യാബിനിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ലോറയെ കാണിക്കാണ്. കുളിക്കുന്നതിനിടെ അവളുടെ മുടികൾ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു.
അത് കണ്ട് അവൾക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യാണ്. കേബിൻ 10 ഓൾറെഡി ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ബാൽക്കണിയിലെ ഗ്ലാസ്സിലൂടെ പിടിച്ച് ലോറ കേബിൻ 10ൽ കയറാൻ ശ്രമിക്കുകയാണ്. കുറച്ചധികം റിസ്ക് പിടിച്ച പരിപാടിയാണ്, എന്നാലും ഇത് തെളിയിക്കേണ്ടത് അവളുടെ ആവശ്യമാണല്ലോ. കേബിൻ 10ലെത്തിയ ലോറ അവിടുത്തെ വാഷ്റൂം ചെക്ക് ചെയ്യാണ്. അതിലൊന്നുമില്ല. ശേഷം വാഷ് ബേസ് ചെക്ക് ചെയ്യാണ്. അതില് അവള് പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ച് ബ്ലോണ്ട് ഹെയർസ് അവൾക്ക് കിട്ടുകയാണ്. അവളത് ബെന്നിന് കാണിച്ചു കൊടുക്കുന്നു. അവര് പറഞ്ഞത് ആ ക്യാബിനില് ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ മുടികൾ എങ്ങനെ അവിടെ വന്നു? ഇതെല്ലാം എന്റെ വെറും ഇമാജിനേഷൻ മാത്രമല്ല. അതും പറഞ്ഞ് ലോറ മറ്റുള്ളവർ മീറ്റ് ചെയ്യാൻ പോവാൻ നിൽക്കുകയാണ്. അപ്പോ ബെൻ അവളെ തടയുന്നു. നീ ഇപ്പോ ഇത് അവരെ കാണിച്ചോണ്ട് ഒരു കാര്യമല്ല. അടുത്ത 36 മണിക്കൂറിനുള്ളില് നമ്മൾ അവിടെ എത്തിച്ചേരും. ശേഷം ഈ ഹെയർ തെളിവായിട്ട് കാണിച്ചു കൊടുത്ത് നമുക്ക് ഈ കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം. അല്ലാതെ ഈ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് ഇപ്പോ ഈ ഗസ്റ്റിനെ ഒന്നും വെറുപ്പിച്ചോണ്ട് ഒരു കാര്യമല്ല. ബെൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ലോറ ആ മുടികള് വാഷ് ബേസിനകത്ത് സേഫ് ആയിട്ട് എടുത്തേക്കാണ്. ലഞ്ചിന് എല്ലാവരും ഒന്നിച്ചു ചേരാണ്. അതിന്റെ ഇടക്ക് ഹൈഡി എന്ന് പറയുന്ന ലേഡി ലോറയെ ഒന്ന് ചൊറിയുന്നുണ്ട്. ലോറയും വിട്ടുകൊടുക്കുന്നില്ല. അവരോട് സംസാരിക്കുമ്പോൾ ഒന്നുകൂടി കെയർഫുൾ ആയിരിക്കണം. കുറച്ചധികം ഡാർക്ക് സൈഡുള്ള ആൾക്കാരാണ് എന്ന് ഗ്രേസ് ലോറയോട് രഹസ്യമായി പറയാണ്. ലോറ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു തടിക്കാരൻ ഗസ്റ്റിനോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആനിനെയും റിച്ചാർഡിനെയും പരിചയം? അത് പിന്നെ ഞാനും അത്യാവശ്യം റിച്ചാണ്. അതുമാത്രല്ല AI ഫേഷ്യൽ റെക്കഗ്നീഷനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു ടെക് കമ്പനി ബിൽഡ് ചെയ്തു. ആ ഒരു പ്രോഗ്രാമിൽ ഇംപ്രസ്ഡ് ആയ റിച്ചാർഡ് എന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിന്നറിന് ശേഷം ഡാനി ടൈലർ എല്ലാവർക്കും വേണ്ടി പാട്ട് പാടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒന്നിച്ച് ചെയ്ത ഡുവറ്റ് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ഡാനി ആനിയോട് ചോദിക്കാണ്. അവൾക്ക് ഓർമ്മയുണ്ട്. റിച്ചാർഡാണ് പെട്ടെന്ന് മറുപടി പറയുന്നത്. എനിക്ക് ഒട്ടും വയ്യ, ഞാൻ വളരെ ടയർഡാണ്, ഞാനിപ്പോ കിടക്കാൻ പോകുകയാണ് എന്നും പറഞ്ഞ് ആൻ പെട്ടെന്ന് പോവാണ്. നെക്സ്റ്റ് ഡേ മറ്റുള്ളവരെല്ലാവരും ബോട്ടിങ്ങിന് പോയ തക്കം നോക്കി ലോറ രഹസ്യമായി ക്രൂവിനെ മീറ്റ് ചെയ്യാണ്. കേബിൻ 10ലുണ്ടായിരുന്ന ആ ലേഡിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ലോറ അവരോട് ഒരു കാര്യങ്ങളായിട്ട് അന്വേഷിക്കാണ്. എന്നാൽ ലോറ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ലീഡൊന്നും അവിടുന്ന് കിട്ടുന്നില്ല. അവിടുന്ന് പുറത്തിറങ്ങുമ്പോ ലോറ നേരെ മെഹത്തയുടെ മുന്നിലാണ് എത്തുന്നത്. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എല്ലാരും നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് പിന്നെ എനിക്ക് ബോട്ടിങ്ങിന് പോയ ജലദോഷം വരും, അതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ ഈ യാത്രയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ ഇറങ്ങിയതാണ്. ലോറ മറുപടി പറയുന്നു. ഈ യാത്ര അവസാനിക്കുന്നത് വരെ സമാധാനത്തോടെ ഇരുന്ന് എൻജോയ് ചെയ്താൽ നിനക്ക് നല്ലതായിരിക്കും എന്നും പറഞ്ഞ് ഡോക്ടർ മെഹത്ത അവിടുന്ന് പോകാണ്. അതിലെവിടെയോ ചെറിയൊരു ഭീഷണിയുടെ സ്വരയില്ലേ. ലോറ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് തിരിച്ചു വരികയാണ്. വാഷ് ബേസിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ മുടി അവിടെ തന്നെ ഇല്ലേന്ന് നോക്കാണ്. അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നിലത്ത് ഒരു ബട്ടൺസ് പൊട്ടിക്കിടക്കുന്നത് അവൾ കാണുന്നത്. അതെന്തായാലും ലോറയുടെ അല്ല. അപ്പോ അവൾ ഇവിടെ ഇല്ലാത്ത നേരത്ത് മറ്റാരോ ഇവിടെ കയറിയിട്ടുണ്ട്. ആ മുടി അവളുടെ കോട്ടിന്റെ പോക്കറ്റിലിട്ട് ലോറ അവിടുന്ന് പുറത്തു വരികയാണ്. അപ്പോഴേക്കും കറങ്ങാൻ പോയവരെല്ലാം തിരിച്ചു വന്നിരുന്നു. ഏറ്റവും മുകളിൽ നിന്ന് ലോറയെ ക്യാപ്റ്റൻ നോക്കി നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. അതും മൈൻഡാക്കാതെ അവളിങ്ങനെ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കാവും. പെട്ടെന്നാണ് ആര് വന്ന് അവളെ തള്ളിയിടുന്നത്. മുകളിൽ നിന്നിരുന്ന ലോറ നേരെ ചെന്ന് വീഴുന്നത് താഴെ പൂളിലാണ്. ലോറയെ തള്ളിയിട്ട ആള് ആ പൂള് ക്ലോസ് ചെയ്യാണ്. ലോറയ്ക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുന്നില്ല. പൂളിനടിയില് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അതില് ലോറ തട്ടാണ്. ഷിപ്പിനകത്തുണ്ടായിരുന്ന ഹൈഡി അവളെ കാണാണ്. പെട്ടെന്ന് തന്നെ അവരെല്ലാരും ചേർന്ന് ലോറയെ രക്ഷിക്കാണ്. തന്നെ ആരോ പുറകിൽ നിന്ന് തള്ളിയിട്ടതാണെന്ന് ലോറ അവരോട് പറയുന്നു. ക്യാപ്റ്റൻ, നിങ്ങൾ കണ്ടിരുന്നില്ലേ? ലോറ ചോദിക്കുന്നു. നിന്നെ കണ്ട ശേഷം ഞാൻ ഉള്ളിലേക്ക് പോയി. അവിടെ നീ തനിച്ചായിരുന്നു. നീ തനിയെ വീണതാവും. അപ്പൊ ഞാൻ തനിയെ വീണതാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഷട്ടർ ക്ലോസ് ആവുന്നേ? ഇവിടെയുള്ള ആരും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ലോറ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. അവര് പറയുന്നത് ഇതും അവൾ ഇമാജിൻ ചെയ്യുന്നതാണെന്നാണ്. അപ്പോഴാണ് ഡോക്ടർ മെഹത്തയുടെ കയ്യിലെ ബട്ടൺസ് പൊട്ടിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ എന്റെ റൂമിൽ വന്നിരുന്നോ? ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഓ മൈ ഗോഡ്, നിങ്ങൾ എന്റെ റൂമിൽ വന്നിരുന്നു. അല്ല, എന്റെ സാധനങ്ങളൊക്കെ എവിടെ? ഞാൻ പൂളിലേക്ക് വീഴുമ്പോ ഒരു കോട്ട് ഇട്ടിരുന്നു, അതെവിടെ? നിങ്ങളുടെ സാധനങ്ങളെല്ലാം ലോണ്ടറി റൂമിലുണ്ട്, സിഗ്രീഡ് പറയുന്നു. അവൾ നേരെ ലോണ്ടറി റൂമിൽ ചെന്നിട്ട് കോട്ട് ചെക്ക് ചെയ്യാണ്. അതിലാ മുടി ഉണ്ടായിരുന്നില്ല, അത് മിസ്സായിരുന്നു. അവള് നേരെ ബെന്നിനെ ചെന്ന് മീറ്റ് ചെയ്യാണ്. ആ മുടിയുടെ കാര്യം നിനക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ. അതിപ്പോ എന്റെ അടുത്ത് മിസ്സായി. എന്നെ കൊല്ലാൻ ശ്രമിച്ച ആള് എന്റെ പോക്കറ്റിൽ നിന്ന് അത് എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഞാനാണ് എല്ലാരോടും പറഞ്ഞത് നിന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട് എന്ന്. ഞാൻ നിന്നെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കായിരുന്നു. മര്യാദക്ക് എന്റെ അടുത്ത് നിന്ന് വിട്ടുനിന്നോ എന്നും പറഞ്ഞ് ലോറ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ്. മറ്റുള്ളവരെല്ലാം ഇപ്പൊ വിചാരിക്കുന്നത് ലോറയ്ക്ക് മെന്റലി എന്തോ പ്രശ്നമുണ്ട്. സോ അവള് സ്വന്തമായിട്ട് പൂളിലെടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഡാനി ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് തിരികെ പോവുകയാണ്. ഇനി ആ പെണ്ണ് വല്ല അബദ്ധം കാണിച്ച് ഇതൊരു വലിയ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ അതിൽ എന്റെ പേര് വന്ന് എന്റെ കരിയറിനെ ബാധിക്കാൻ പാടില്ല. അതും പറഞ്ഞ് എല്ലാ പ്ലാനും ക്യാൻസൽ ചെയ്ത് ഡാനി ടൈലർ തിരികെ പോയി. ഇതും കൂടിയായപ്പോ എല്ലാവരും ലോറയോട് നല്ല ദേഷ്യത്തിലാവാണ്. അല്ല, നിങ്ങൾക്ക് ഇതൊട്ടും സസ്പീഷ്യസ് ആയി തോന്നുന്നില്ലേ?
എന്നെ ഒരാള് പൂളി തള്ളിയിടുന്നു. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഡാനി തിരികെ പോകുന്നു. പക്ഷെ അവരപ്പോഴും ലോറയെ തന്നെയാണ് കുറ്റം പറയുന്നത്. നല്ല രീതിക്ക് പറയുന്നുണ്ട്. അവൾക്ക് മെന്റൽ പ്രോബ്ലം ആണെന്ന് വരെ പറഞ്ഞ് അവസാനം ഒറ്റപ്പെടുത്താണ് എല്ലാരും. ആകെ ഒറ്റപ്പെട്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്ത അവസ്ഥയിലാവാണ് ലോറ. രാത്രി സമയം ഒരുപാട് വൈകിയിരുന്നു. ലോറ അപ്പോഴും ഉറങ്ങിയിട്ടില്ല. അപ്പോഴാണ് ആരോ അവളുടെ കതക് മുട്ടുന്നത്. നല്ല പേടിയുണ്ട്. എന്നാലും ലോറ ചെന്ന് നോക്കാണ്. ഹുഡിയിട്ട ആരോ പെട്ടെന്ന് അതിലൂടെ പാസ് ചെയ്ത് പോകാണ്. ലോറയും പുറകെ ചെല്ലുന്നു. പോയി അവസാനം ആരും ഇല്ലാത്തവരോട് എത്തുകയാണ്. അപ്പോഴാണ് അത് ആരാണെന്ന് ലോറ കാണുന്നത്. അത് ക്യാബിൻ 10 ഉണ്ടായിരുന്ന ആ ലേഡി ആയിരുന്നു. നീ ഇപ്പൊ എന്നെ കണ്ടില്ലേ? ഞാൻ ജീവനോടെ തന്നെ ഉണ്ട്. സോ മര്യാദക്ക് ഇത് നിർത്തിക്കോ. ഞാൻ നിന്നെ ഓൾറെഡി വാൺ ചെയ്തതാണ്, അവള് പറയുന്നു. അപ്പോ നീയാണോ സ്പായില് ഗ്ലാസ്സിൽ എഴുതിയത്? അതെ. അപ്പൊ നീയാണോ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? എന്റെ ജാക്കറ്റിൽ ഉണ്ടായിരുന്ന മുടി എവിടെ? അത് ഞാനല്ല. പക്ഷെ മിക്കവാറും അവൻ നിന്നെ കൊല്ലും. ആരെ കുറിച്ചാ നീ സംസാരിക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ വെള്ളത്തിൽ വീണ ലേഡി ആരാണ്? എനിക്കൊന്നും പറയാൻ പറ്റില്ല. നീ ഇത് ഇവിടെ നിർത്തണം. അവർ തമ്മിൽ അങ്ങനെ വാക്കുതർക്കം ഉണ്ടാവാണ്. ലോറയുടെ കൈ തട്ടി പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ വീക്ക് ഊരി പോവാണ്. ആൻ പെട്ടെന്ന് അവള് ലോറയെ പിടിച്ച് തള്ളുകയാണ്. ലോറ അവിടെ തലയിടിച്ച് വീണ് അവളുടെ ബോധം പോവാണ്. അവള് ലോറയെ ഏറ്റവും താഴെയുള്ള സ്റ്റോറേജ് റൂമിൽ കൊണ്ടുവന്ന് അടച്ചിടുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ലോറയ്ക്ക് ബോധം വരികയാണ്. അവൾ അവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് കഴിയുന്നില്ല. ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ലോറ അവിടെ കിടന്ന് റീകോൾ ചെയ്യാണ്. അവിടെ വെച്ച് അവൾ ആ ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാക്കിയെടുക്കുകയാണ്. അപ്പോഴേക്കും അവൾ അവിടെ എത്തിയിരുന്നു. സത്യം പറ, നീ ആരാണ്? എനിക്കറിയാം നീ ആൻ അല്ല എന്ന്. ആൻ അവളുടെ മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ ലൈബ്രറിയിൽ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. സത്യം പറ, അന്ന് വെള്ളത്തിൽ വീണ് മരിച്ചത് ആൻ അല്ലേ? അന്നു മുതല് നീ ആനായിട്ട് അഭിനയിക്കായിരുന്നില്ലേ? ലോറ ചോദിക്കുന്നു. ആനിന്റെ മരണം ആ പ്ലാനിന്റെ ഭാഗമായിരുന്നില്ല. വളരെ നിസ്സഹായതയോടെ വിഷമിച്ചുകൊണ്ട് ആ ലേഡി മറുപടി പറയാണ്. അപ്പോ ഇതിനെല്ലാം പുറകിൽ റിച്ചാർഡ് ആണോ? ഞാൻ അവളുടെ സ്വത്തുക്കൾ മുഴുവൻ ചാരിറ്റിയിലേക്ക് കൊടുക്കാൻ പോകുന്നത് റിച്ചാർഡിന് അറിയാമായിരുന്നു അല്ലേ? ലോറ ചോദിക്കാണ്. യഥാർത്ഥത്തിൽ അന്ന് രാത്രി എന്താ ഉണ്ടായതെന്ന് ആ ലേഡി പറയാണ്. കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന്റെ ആ ഒരൊറ്റ ദിവസം മാത്രം എന്നോട് ആനായിട്ട് അഭിനയിക്കാനായിരുന്നു അവൻ എന്നോട് ആവശ്യപ്പെട്ടത്. ഒരു AI റെക്കഗ്നിഷൻ ആപ്പ് ഉപയോഗിച്ച് റിച്ചാർഡ് എന്നെ കണ്ടെത്തായിരുന്നു. ശേഷം ഫേസ്ബുക്കിലൂടെ അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇവളുടെ പേര് കാരി എന്നാണ്. ശേഷം ഇവളെ ആ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യായിരുന്നു. അവിടെ വെച്ച് റിച്ചാർഡ് ഇവൾക്ക് ഒരുപാട് പണം ഓഫർ ചെയ്തു. അന്ന് രാത്രി ക്യാബിൻ 10 എന്താണ് നടന്നതെന്ന് അവൾ പറയാണ്. കാരിയും റിച്ചാർഡും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ആൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു. തന്റെ രൂപത്തിലുള്ള ഈ സ്ത്രീയെയും റിച്ചാർഡിനെയും ഒന്നിച്ചു കണ്ട് ആൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകാൻ നിൽക്കായിരുന്നു. അപ്പോ റിച്ചാർഡ് അവളെ തടഞ്ഞു നിർത്തുകയാണ്. ആ പിടിവലിയ ശബ്ദമാണ് ലോറ അന്ന് കേട്ടത്. ശേഷം ആനിനെ പെട്ടെന്ന് തള്ളി ടാബ്ലിൽ ഇടുകയാണ്. തലയിടിച്ചു വീണ് ആൻ അവിടെ വെച്ച് മരിക്കാണ്. മരിച്ചോ ഇല്ലയോന്ന് അറിയില്ല. എന്നാലും അവളുടെ ബോധം പോയി രക്തമൊക്കെ വരുന്നുണ്ടായിരുന്നു. റിച്ചാർഡ് അവളെ എടുത്ത് കടലിൽ ഇടുകയാണ്. അവളെ കൊല്ലുന്നുള്ളത് ഒരിക്കലും ആ പ്ലാനിൽ പറഞ്ഞിരുന്നില്ല. എനിക്ക് റിച്ചാർഡിനെ തടയാനും സാധിച്ചില്ല. ഞാൻ നിസ്സഹായായിരുന്നു. ഗ്ലാസ്സിൽ പറ്റിയിരുന്ന ബ്ലഡും റിച്ചാർഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ശേഷം അവിടെ ഉണ്ടായിരുന്ന കാരിയുടെ സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റാണ് അവിടുന്ന്. അവിടെ ആരും ഇതുവരെ താമസിച്ചിട്ടില്ല എന്ന രീതിയിൽ ആ മുറി ക്ലീൻ ആക്കാണ്. ഇതെല്ലാം ഇങ്ങനെ അവസാനിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പറഞ്ഞ് കാരി കരയാണ്. കാരിക്ക് ഒരു ചെറിയ മകളുണ്ട്. കാരി വളരെ കഷ്ടപ്പെട്ടാണ് അവളെ വളർത്തുന്നത്. പെട്ടെന്ന് ഒരു ദിവസം റിച്ചാർഡ് ഇത്രയും പണം ഓഫർ ചെയ്തപ്പോ കാരി ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. കാരി, അവൻ നിന്നെ യൂസ് ചെയ്യാണ്. റിച്ചാർഡിന്റെ ആവശ്യമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നെ ജീവനോടെ പോകാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം ഭാര്യയെ കൊന്നു, എന്നെ കൊല്ലാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് നിന്നെ കൊല്ലാനാണോ പ്രയാസം? നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം എന്നെല്ലാം ലോറ അവളോട് പറയാണ്. എനിക്കിപ്പോ അവരുടെ അടുത്തേക്ക് പോകണം എന്നും പറഞ്ഞ് കാരി ഡോർ ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ്. റിച്ചാർഡ് എല്ലാവർക്കും ഒരു ലാസ്റ്റ് ഡേ സെലിബ്രേഷൻ കൊടുക്കാണ്. എല്ലാവരും ആ മൊമെന്റ് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോഴും കാരി നല്ല ടെൻഷനിലാണ്. ലോറയെ കാണാത്തോണ്ട് ബെൻ അവളെ അന്വേഷിച്ച് ക്യാബിൻ 8 വരികയാണ്. അപ്പോ അവളുടെ റൂമിൽ നിന്നും ഡോക്ടർ മെഹത്ത ഇറങ്ങി വരികയാണ്. ഞാൻ പേഷ്യന്റിനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണ്. കുറച്ച് ദിവസങ്ങളിലായി അവൾ ഇമോഷണലി കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നല്ലോ. സോ ഞാൻ അവളെ ഉറക്കി കിടത്തിയിരിക്കുകയാണ്. അവള് റെസ്റ്റ് എടുത്തോട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ മെഹത്ത അവിടുന്ന് പോകുന്നു. ബെൻ ക്യാബിന്റെ ഡോറിൽ മുട്ടിയിട്ട്, ലോറ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് ബെൻ അവളോട് പറയാണ്. എന്നാ അതിനകത്ത് ലോറ ഇല്ലാന്ന് അവൻ അറിയില്ലല്ലോ. റിച്ചാർഡും ഡോക്ടർ മെഹത്തയും ക്യാപ്റ്റനും എല്ലാം ചേർന്ന് ലോറയ്ക്ക് വേണ്ടി അന്വേഷണത്തിലാണ്. അവളെ കണ്ടുകിട്ടിയ ഉടനെ കൊന്നേക്കാൻ റിച്ചാർഡ് ഡോക്ടർ മെഹത്തയോട് ആവശ്യപ്പെടുകയാണ്. എന്നെ കൊണ്ട് ഇനിയും പറ്റില്ല. ആൻ ഓൾറെഡി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അവൾക്ക് ഓവർഡോസ് കൊടുത്തതുപോലെയല്ല ഇത് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകം ചെയ്യാനാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ഡോക്ടർ മെഹത്ത പറയാണ്. എന്നാൽ റിച്ചാർഡ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്താണ്. അവസാനം ഡോക്ടർ മെഹത്ത റിച്ചാർഡ് ആവശ്യപ്പെട്ട കാര്യത്തിന് സമ്മതിക്കുകയാണ്. രാത്രി റിച്ചാർഡ് ഉറങ്ങിയ ശേഷം കാരി ലോറയുടെ അടുത്ത് ചെല്ലുകയാണ്. ഈ കാര്യങ്ങളെല്ലാം നീ പോലീസിനെ അറിയിക്കണമെന്ന് ലോറ അവളോട് പറയാണ്. എന്നെ കൊണ്ടത് പറ്റില്ല, അവരെന്നെ അറസ്റ്റ് ചെയ്യും, എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റും. ഞാൻ റിച്ചാർഡ് ആവശ്യപ്പെട്ടതുപോലെ ചെയ്യാൻ പോകാണ്. കാരി, നിനക്കറിയാം റിച്ചാർഡ് നിന്നെ വെറുതെ വിടില്ല എന്ന്. അല്ല, അവർക്കറിയോ ഞാനിവിടെ ഉണ്ടെന്ന കാര്യം? ഇല്ല, പക്ഷെ അവർ നിനക്ക് വേണ്ടി തിരിയുന്നുണ്ട്. ഷിപ്പ് അവിടെ എത്തിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ ടൈം ഉണ്ടാവും. ഞാൻ ഡോർ തുറന്നിടാം, നീ രക്ഷപ്പെട്ടോളൂ എന്നും പറഞ്ഞ് കാരി പോകാൻ നിൽക്കാണ്. കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നത് വരെ നിനക്കൊന്നും സംഭവിക്കില്ല. എന്നാ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ജീവൻ അപകടത്തിലാണ്. ഞാൻ എന്തായാലും നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് ലോറ കാരിക്ക് വാക്കു കൊടുക്കാണ്. അങ്ങനെ ഷിപ്പ് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരുന്നു. ഗസ്റ്റുകൾ എല്ലാവരും ഷിപ്പിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഡോക്ടർ മെഹത്ത ലോറയെ അന്വേഷിച്ച് അവൾ ഒളിച്ചിരുന്ന സ്ഥലത്ത് എത്താണ്. അത് മനസ്സിലാക്കിയ ലോറ ഡോക്ടർ മെഹത്ത കാണാതെ ഒരു മൂലക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. അവൾ അവിടെ ഇല്ലെന്ന് വിചാരിക്കുന്ന ഡോക്ടർ മെഹത്ത അവിടെ നിന്നും പോകുകയാണ്. ഇതേ സമയം ബെൻ ലോറയെ അന്വേഷിച്ച് അവളുടെ ക്യാബിനിൽ എത്താണ്. ലോറയുടെ ഹെൽത്ത് കണ്ടീഷൻ അത്ര ഓക്കെ അല്ല. സോ ഡോക്ടർ മെഹത്ത അവൾക്ക് സെഡേറ്റീവ്സ് കൊടുത്തിരിക്കുകയാണ്. അവൾ ഉറങ്ങിക്കോട്ടെ, ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് കാർല ബെന്നിനോട് പറയാണ്. എന്നാ ഓക്കെ, ഞാൻ ഇറങ്ങിയെന്ന കാര്യം അവളെ ഒന്ന് അറിയിക്കണേ എന്നും പറഞ്ഞ് ബെൻ പോവാണ്. ഇതേ സമയം ലോറ ഡോക്ടർ മെഹത്ത പോയെന്ന് മനസ്സിലാക്കി ആ മുറിയിൽ നിന്നും പുറത്തു വരികയാണ്. ലോറയുടെ കാര്യം ബെൻ റിച്ചാർഡിനോട് സംസാരിക്കുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല, മെഹത്ത ഏറ്റവും മികച്ച ഒരു ഡോക്ടറാണ്, അവള് സേഫാണ്. അവൾ ഓക്കെ ആയ ശേഷം നമ്മളുടെ കൂടെ പിന്നീട് ജോയിൻ ചെയ്തോളും, റിച്ചാർഡ് പറയുന്നു. എന്നാലും ലോറയെ അങ്ങനെ ഒറ്റക്കിട്ട് പോരാൻ ബെന്നിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ലോറയെ അന്വേഷിക്കാനായി ബെൻ തിരികെ ഷിപ്പിലേക്ക് തന്നെ കയറാണ്. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പിന്നീട് വരാം എന്നും പറഞ്ഞ് ബെൻ അകത്തേക്ക് പോകാണ്. ഈ കാര്യം റിച്ചാർഡ് ആരെയോ ടെക്സ്റ്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട്. ലോറ നേരെ ലൈബ്രറിയിൽ ചെന്ന് ഗാലയിൽ ആൻ പറയാൻ വെച്ചിരുന്ന സ്പീച്ച് അവളുടെ കയ്യിലെടുത്ത് സേഫായി വെക്കാണ്. ശേഷം അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കാണ്. എന്നാ നേരെ ചെന്ന് പെടുന്നത് മെഹത്തയുടെ മുന്നിലാണ്. അയാളുടെ കയ്യിൽ ഒരു ഇഞ്ചക്ഷനും അവൾ കാണുന്നുണ്ട്. അയാളുടെ അടുത്തുനിന്ന് ഓടിപ്പോകാൻ നോക്കുമ്പോ ക്യാപ്റ്റനും അവളെ പിടിക്കാൻ വരികയാണ്. രണ്ടുപേരുടെ അടുത്തുനിന്നും രക്ഷപ്പെട്ട് അവൾ ഓടുകയാണ്. ഓടി ഓടി അവസാനം രണ്ടുപേരുടെ നടുവിൽ തന്നെ ചെന്ന് പെടുകയാണ്. രണ്ടുപേരും ചേർന്ന് അവളെ പിടിച്ച് ആ ഇഞ്ചക്ഷൻ അവളെ കുത്തിവെക്കാൻ നോക്കാണ്. അപ്പോഴേക്കും അവിടെ എത്തുന്ന ബെൻ ഡോക്ടർ മെഹത്തയെ പിടിച്ചു മാറ്റാണ്. അപ്പോ ആ ഇഞ്ചക്ഷൻ അവന്റെ ശരീരത്തിൽ കയറാണ്. എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ ബെൻ ലോറയോട് ആവശ്യപ്പെടുകയാണ്. ക്യാപ്റ്റനെ തള്ളിയിട്ട് ലോറ രക്ഷപ്പെടാൻ നോക്കുമ്പോ മെഹത്ത അവളെ പിടിച്ചു കൊല്ലാൻ ശ്രമിക്കാണ്. ഉള്ള ജീവന് കൊണ്ട് ബെൻ എണീറ്റ് വന്ന് മെഹത്തയെ പിടിച്ചു മാറ്റി അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ചോര ഛർദിച്ച് ബെൻ അവിടെ മരിച്ചു വീഴാണ്. അത് കണ്ട് ലോറ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്നാലും എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടല്ലേ പറ്റൂ. മറ്റു വഴികളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ കടലിലേക്ക് എടുത്ത് ചാടാണ്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. എങ്ങനെയൊക്കെയോ നീന്തി കരയിലെത്താണ് ലോറ. വെള്ളത്തിന്റെ തണുപ്പ് അവളെ നല്ല രീതിക്ക് ബാധിച്ചിരുന്നു. കുറച്ചപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരൊറ്റപ്പെട്ട വീട്ടിലേക്ക് അവൾ നടന്നെത്താണ്. അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. ലോറ ഉടനെ തന്നെ തീ കത്തിക്കാണ്. അവളുടെ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സ് എടുത്തിടുകയാണ്. ബെന്നിനെ കുറിച്ച് ആലോചിച്ച് അവൾ ഒരുപാട് വിഷമിക്കാണ്. ഒരു കാലത്ത് പരസ്പരം സ്നേഹിച്ചിരുന്നതല്ലേ. ഇതേ സമയം റിച്ചാർഡിനെയും മെഹത്തയെയും കാണിക്കുന്നു. മെഹത്ത ഉണ്ടായ കാര്യങ്ങളെല്ലാം റിച്ചാർഡിനോട് പറയാണ്. ലോറയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബെന്നിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നു. ലോറ വെള്ളത്തിൽ എടുത്തു ചാടി. ഈ തണുപ്പത്ത് എന്തായാലും അവൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിക്കത് കൈവിട്ട് കളയാൻ പറ്റില്ല. കാരി വിൽ സൈൻ ചെയ്യാൻ പോകാണ്. രാത്രി ഗാലയിലെ പ്രോഗ്രാമിന് ശേഷം അവളെ അങ്ങ് കൊന്നേക്ക് ഇതും പറഞ്ഞ് റിച്ചാർഡ് അവിടുന്ന് പോകാണ്. അഡ്വക്കേറ്റ്സിന്റെ എല്ലാം സാന്നിധ്യത്തിൽ കാരി വില്ലെ സൈൻ ചെയ്യാണ്. അവളുടെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. അവളുടെ പെരുമാറ്റമെല്ലാം സിഗരറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. റിച്ചാർഡ് കാരിക്കിടാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുക്കാണ്. രാത്രി എല്ലാവരുടെയും മുന്നിൽ ഞാൻ സംസാരിച്ചോണ്ട് നീ ജസ്റ്റ് എല്ലാരെയും നോക്കി ശരിക്കും കൈ കാണിക്കും മാത്രം ചെയ്താൽ മതി, റിച്ചാർഡ് പറയുന്നു. ശേഷം അവർ റെഡിയാവാൻ പോകാണ്. ഇതേ സമയം ലോറ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സെക്യൂരിറ്റീസിന്റെയും ജോലിക്കാരുടെയും എല്ലാം കണ്ണുവെട്ടിച്ച് അവൾ അകത്ത് കയറുകയാണ്. എന്നാൽ നേരെ ചെന്ന് പെടുന്നത് സിഗരറ്റിന്റെ മുന്നിലാണ്. ലോറിയെ അവിടെ അങ്ങനെ കാണുന്ന സിഗരറ്റ് പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിനെ കോണ്ടാക്ട് ചെയ്യാണ്. പ്ലീസ് നോ, ആൻ ഓൾറെഡി മരണപ്പെട്ടിട്ടുണ്ട്. കുറച്ചു മുന്നേ കൂടി ഞാൻ ആനെ ലോയേഴ്സിന്റെ കൂടെ കണ്ടതാണ്. അത് റിയൽ ആൻ അല്ല. അവൾ സ്വത്തുക്കൾ മുഴുവൻ റിച്ചാർഡിന്റെ പേരിൽ എഴുതി കൊടുത്തോ? ആൻ അവളുടെ സ്വത്തുക്കൾ മുഴുവൻ ഫൗണ്ടേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമായിരുന്നു. നിങ്ങൾ അന്ന് രാത്രി എന്നെ ആന്റെ അടുത്ത് കൊണ്ടുപോയില്ലേ? അന്ന് ഞാൻ എന്നോടത് പറഞ്ഞതാണ്. അന്നേ ദിവസം രാത്രി തന്നെ ആനിനെ കൊന്ന് വെള്ളത്തിലിട്ടു. അപ്പം മുതൽ ഈ ലേഡി ആനായിട്ട് അഭിനയിക്കാണ്. ഇത് കണ്ടോ? ഇന്ന് ഗാലയിൽ പറയാൻ വേണ്ടി ആൻ പ്രിപ്പയർ ചെയ്ത സ്പീച്ച് ആണിത്. എന്നാ സിഗരറ്റ് ലോറ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല.
ഞാൻ പറയുന്നൊക്കെ സത്യമാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും. ലോറ പറയുന്നു. രാത്രി കാലിയിലെ പ്രോഗ്രാമിൽ ലോറയും പങ്കെടുക്കുന്നു. സ്റ്റേജിൽ റിച്ചാർഡ് സംസാരിച്ചുകൊണ്ടിരിക്കും. ലോറ അവിടേക്ക് ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങാണ്. ലോറയെ സംസാരിക്കാൻ സമ്മതിക്കാതെ റിച്ചാർഡ് അവളെ പിടിച്ചു മാറ്റാൻ പറയാണ്. സെക്യൂരിറ്റീസ് എല്ലാം അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. ലോറയെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ആൻ പറയാണ്, അതായത് കാരി പറയാണ്. എന്നിട്ടും റിച്ചാർഡ് അവളെ പിടിച്ചു മാറ്റാനാണ് പറയുന്നത്. ആൻ പറഞ്ഞല്ലോ ലോറയെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന്, അവള് സംസാരിക്കട്ടെ എന്ന് ഹൈഡി പറയാണ്. റിച്ചാർഡിന് വേറെ വഴിയില്ല. ഇത് 4 ദിവസം മുന്നേ ആൻ എനിക്ക് തന്നതാണ്. ഇവിടെ വെച്ച് ആൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണിത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് വായിക്കട്ടെ എന്ന് ലോറ കാരിയെ നോക്കി ചോദിക്കാണ്. കാരി അത് വായിക്കാൻ ലോറയോട് ആവശ്യപ്പെടുകയാണ്. എന്റെ സ്വത്തുക്കൾ മുഴുവൻ എന്റെ മരണത്തോടു കൂടി ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പിന്നീട് ഒരിക്കലും റിച്ചാർഡിന് അതില് യാതൊരു അവകാശം ഉണ്ടാവില്ല. ഇവള് കള്ളം പറയാണ്. ഇവള് മെന്റലി സ്റ്റേബിൾ അല്ല എന്നൊക്കെ റിച്ചാർഡ് വിളിച്ചു പറയുന്നുണ്ട്. ആൻ ഇത് നിങ്ങളുടെ വേർഡ്സ് തന്നെയല്ലേ? ലോറ ചോദിക്കുന്നു. അതെ, ഇതെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. കാരി പറയുന്നു. ഇന്നത്തെ പാർട്ടി തൽക്കാലം നമുക്കിവിടെ നിർത്തിവെക്കാം. ആൻ ഓക്കെ ആയ ശേഷം നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. റിച്ചാർഡ് പറയുന്നു. എനിക്കൊരു പ്രശ്നമല്ല, ഞാനിപ്പോ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. കാരി പറയുന്നു. അതുകൂടി കേൾക്കുമ്പോ റിച്ചാർഡിന് ആകെ കൈവിട്ടു പോകുകയാണ്. അവൻ കാരിയെ സ്റ്റേജിൽ നിന്ന് പിടിച്ചു വലിച്ചിറക്കുകയാണ്. ഇവള് പറയുന്നൊന്നും കേൾക്കരുത്, ഈ ലേഡി റിയൽ ആൻ അല്ല. ഇതെല്ലാം കണ്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഗസ്റ്റുകളെല്ലാം കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇത് റിയൽ ആൻ അല്ലെങ്കിൽ പിന്നെ ഇത് ആരാണ്? അപ്പൊ റിയൽ ആൻ എവിടെ പോയി? നിങ്ങളുടെ ഗസ്റ്റിനോട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ലോറ ചോദിക്കുന്നു. റിച്ചാർഡ് പെട്ടെന്ന് ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് കാരിയുടെ കഴുത്തിൽ വെക്കാണ്. അത് കാണുന്ന സിഗരറ്റ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടുകയാണ്. കാരിയെ കത്തിയുടെ മുന്നിൽ നിർത്തി അവളെയും കൂട്ടി റിച്ചാർഡ് അവിടുന്ന് പുറത്തേക്ക് പോകാണ്. ലോറ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹൈഡി ചോദിക്കുന്നു. അത് റിയൽ ആനല്ല. 4 ദിവസം മുന്നേ റിച്ചാർഡ് ആനിനെ കൊന്ന് അവളെ വെള്ളത്തിലിട്ടു. ഇതും പറഞ്ഞു ലോറ റിച്ചാർഡിന്റെ പുറകെ ഓടുകയാണ്. റിച്ചാർഡ് കാരിയെയും കൂട്ടി അവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കാൻ പുറകെ എത്തുന്ന ലോറ അവനോട് കത്തി താഴെയിടാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ഗണ്ണുമായിട്ട് സിഗരറ്റ് അവിടെ എത്താണ്. ശേഷം റിച്ചാർഡിന്റെ തോളിലേക്ക് ഷൂട്ട് ചെയ്യാണ്. റിച്ചാർഡ് കാരിയെ ബോട്ടിൽ കയറ്റാൻ ശ്രമിക്കുകയാണ്. അവര് തമ്മിൽ ഇങ്ങനെ പിടിവലി നടക്കുന്നതുകൊണ്ട് തന്നെ സിഗരറ്റിന് ഗണ്ണിന്റെ മുമ്പിൽ അവനെ കൃത്യം കിട്ടുന്നില്ല. സോ ലോറ അവരുടെ അടുത്തേക്ക് വന്ന് കൈ കെട്ടിയ ഒരു സാധനം വെച്ച് റിച്ചാർഡിന്റെ തലക്കടിക്കാണ്. അവൻ അവിടെ മരിച്ചു വീഴാണ്. ലോറ കാരിയെ ആശ്വസിപ്പിക്കുന്നു. അപ്പോഴേക്കും സിഗരറ്റ് വിളിച്ചു പറഞ്ഞത് പ്രകാരം പോലീസ് അവിടെ എത്തിയിരുന്നു. ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം പിന്നീട് ലോറ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന് എല്ലാ തവണത്തെയും പോലെ തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസും അവൾക്ക് കിട്ടുന്നുണ്ട്. കാരി അവളുടെ മകളുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന വീഡിയോ ലോറയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന ലോറയും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ഇവിടെ ഈ മൂവി അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.